രാഷ്ട്രീയത്തിന്റെ ഹൃദയഭൂമിയായ ഉത്തർപ്രദേശിൽ നിന്ന് വീശിയടിക്കുന്ന ജനരോഷത്തിന്റെ രാഷ്ട്രീയം BJP ഭരണകൂടത്തിന്റെ അടിത്തറ ഇളക്കുന്നതാണ്. ദില്ലിയിലേക്കുള്ള വഴി ലക്നൌവിലൂടെയാണ് എന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യം തങ്ങൾക്ക് അനുകൂലമാക്കാൻ വർഗീയതയും ഭക്തിയും ആവോളം വിറ്റഴിച്ച നരേന്ദ്രമോദിക്കും യോഗി ആദിത്യനാഥിനും അവിടുത്തെ ജനങ്ങൾ നൽകിയ തിരുത്ത് സമാനതകളില്ലാത്തത് തന്നെയാണ്. അതായത് ഇനി കാര്യങ്ങൾ എളുപ്പമല്ല. അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ മറവിൽ നടപ്പിലാക്കിയ സാമ്പത്തിക കൊള്ളകളും സ്ഥലമെടുപ്പിലെ തട്ടിപ്പുകളും ഹിന്ദുക്കളെ മുഴുവൻ പറ്റിച്ചിട്ടുള്ള വഞ്ചനയാണെന്ന് ജനങ്ങൾ ഇന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ക്ഷേത്ര നിർമ്മാണത്തിനായി പിരിച്ചെടുത്ത 1400 കോടിയോളം രൂപ കവർന്നവരെയും ഭക്തിയെ രാഷ്ട്രീയ വ്യാപാരായുധമാക്കിയവരെയും ഇനി അധികാരത്തിൽ ഇരുത്തേണ്ടതില്ല എന്ന് ഉത്തർപ്രദേശ് ഒരേ ശബ്ദത്തിൽ തീരുമാനിച്ചു കഴിഞ്ഞു. തീർന്നിട്ടില്ല, അവിടെ നിന്നും കട്ടവരെയും ജനങ്ങൾ തിരിച്ചറിഞ്ഞു. സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണി ഉത്തർപ്രദേശിൽ ഇത്തവണ ഡബിൾ സ്ട്രോങ് ആയി മുന്നേറുമ്പോൾ അയോധ്യയിലടക്കം സമാജ്വാദി പാർട്ടി തങ്ങളുടെ ശക്തനായ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് പടയോട്ടം ആരംഭിച്ചു കഴിഞ്ഞു. ഇനി ഒളിച്ചോടാൻ വഴികളില്ലെന്നും യോഗി ആദിത്യനാഥിന്റെയും BJPയുടെയും ഉത്തർപ്രദേശ് ഭരണം എന്നേക്കുമായി അവസാനിക്കാറായിരിക്കുന്നുവെന്നും വ്യക്തമാക്കുന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഈ മണ്ണിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത്. BJPയുടെ രാഷ്ട്രീയ അഹങ്കാരത്തിന്റെയും പ്രചാരണങ്ങളുടെയും കേന്ദ്ര ബിന്ദുവായിരുന്നു അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠ എന്ന കാര്യം നമുക്കറിയാം. രാമക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞ് രാജ്യമൊട്ടുക്കും രാഷ്ട്രീയ കൊയ്ത്ത് നടത്താമെന്ന് കരുതിയ മോദി യോഗി കൂട്ടുകെട്ടിന് തങ്ങളുടെ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത് അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ നിന്ന് തന്നെയായിരുന്നു. നരേന്ദ്രമോദി നേരിട്ട് പ്രതിഷ്ഠ നടത്തിയിട്ടും ജനങ്ങൾ മാറ്റിക്കുത്തി. വികസനത്തിന്റെയും സൗന്ദര്യവൽക്കരണത്തിന്റെയും മറവിൽ നൂറ്റാണ്ടുകളായി അയോധ്യയിൽ ജീവിച്ചു പോന്ന സാധാരണക്കാരായ മനുഷ്യരുടെയും ചെറുകിട കച്ചവടക്കാരുടെയും വീടുകളും കടകളും ബുൾഡോസറുകൾ ഉപയോഗിച്ച് തകർത്തപ്പോൾ ഭരണകൂടം ജനങ്ങളുടെ കണ്ണീര് കണ്ടതേയില്ല. അപ്പോഴും അവർ ഭക്തിക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തു. അവർ ഭക്തിക്ക് പ്രാധാന്യം നൽകി. കോടികളുടെ വികസന പദ്ധതികൾ വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് വീതിച്ചു നൽകിയപ്പോഴും പ്രാദേശികവാസികളുടെ ഉപജീവന മാർഗങ്ങൾ പൂർണ്ണമായും തച്ചുടക്കപ്പെട്ടു. അതെല്ലാം ജനങ്ങളുടെ മനസ്സിലുണ്ട്. ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന സാമ്പത്തിക ക്രമക്കേടുകളും ഫണ്ട് തിരിമറികളും ഹൈന്ദവ വിശ്വാസികളിൽ പോലും വൻ ജനരോഷമാണ് ഉണ്ടാക്കിയത്. മാത്രവുമല്ല, രാമക്ഷേത്രത്തിൽ BJPക്കാർ നടത്തിയ കൊള്ളയും പുറത്തു വന്നതോടെ കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമല്ല എന്ന കാര്യം അവർ പോലും തിരിച്ചറിഞ്ഞു. അയോധ്യയിലെ വോട്ടർമാർ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കി തുടങ്ങി എന്നതാണ് യാഥാർത്ഥ്യം. ഈ ജനവികാരത്തിന്റെ വ്യക്തമായ പ്രഖ്യാപനമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫൈസാബാദിലെ ഫലം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി ബ്രഹ്മാണ്ഡ റോഡ് ഷോ നടത്തിയിട്ടും BJPയുടെ സിറ്റിംഗ് MP ആയ ലല്ലു സിംഗിനെ 1.5 ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ് സമാജ്വാദി പാർട്ടിയുടെ ദളിത് നേതാവ് അവധേഷ് പ്രസാദ് തോൽപ്പിച്ചെറിഞ്ഞത്. ക്ഷേത്ര രാഷ്ട്രീയത്തെക്കാളും വർഗീയ വിഭജന തന്ത്രങ്ങളെക്കാളും ഉപരി ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്കും വയറ്റിലെ വിശപ്പിനുമാണ് സ്ഥാനമെന്ന് അയോധ്യയിലെ ജനങ്ങൾ തെളിയിച്ച കാഴ്ചയാണ് അന്ന് നമ്മൾ എല്ലാവരും കണ്ടത്. ഈ തിരിച്ചടിയിൽ നിന്നും BJP പാഠം പഠിക്കാതിരുന്നതോടെ പ്രതിപക്ഷം കൂടുതൽ ആക്രമണാത്മക തന്ത്രങ്ങളിലേക്ക് കടന്നു ചെന്നു. വരാനിരിക്കുന്ന നിയമസഭാ പോരാട്ടത്തിന്റെ ചിത്രം വ്യക്തമാക്കിക്കൊണ്ട് അയോധ്യ നിയമസഭാ മണ്ഡലത്തിലേക്ക് മുൻ MLA പവൻ പാണ്ഡയെ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് ഒരു മുഴ മുന്നേ അവർ സഞ്ചരിക്കുന്നു. 2012 BJPയെ ഞെട്ടിച്ചുകൊണ്ട് വിജയിച്ച പവൻ പാണ്ഡെ രാമക്ഷേത്ര ട്രസ്റ്റിലെ ഭൂമി തട്ടിപ്പുകൾക്കും അഴിമതികൾക്കുമെതിരെ ശക്തമായി ശബ്ദമുയർത്തിയ നേതാവ് തന്നെയാണ്. അയോധ്യയിൽ സ്ഥാനാർത്ഥിയെ ആദ്യമേ പ്രഖ്യാപിച്ച അഖിലേഷ് യാദവ് നയം വ്യക്തമാക്കിയതോടെ BJP തീർത്തും പ്രതിരോധത്തിലായിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിച്ച വാരണാസിയിലെ കണക്കുകളും BJPയുടെ മങ്ങുന്ന പ്രഭാവത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതാണ്. 2019 4,70,000-ലധികം വോട്ടിന്റെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം വെറും 1.5 ലക്ഷത്തോളമായി കുത്തനെ ഇടിഞ്ഞ കാര്യം നമ്മൾ അറിഞ്ഞതാണല്ലോ അല്ലെ. സ്വന്തം തട്ടകത്തിൽ പോലും ജനവിശ്വാസം നിലനിർത്താൻ പ്രധാനമന്ത്രിക്ക് സാധിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യമാണ് ഈ വോട്ട് ചോർച്ച നമ്മളോട് പറഞ്ഞത്. മറുവശത്ത് കോൺഗ്രസിന്റെ പരമ്പരാഗത കോട്ടകളായിട്ടുള്ള റായ്ബറേലിയും അമേഠിയിലും വൻ തിരിച്ചടിയാണ് BJPക്ക് നേരിട്ടത്. 2019 രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ച് ആഘോഷം നടത്തിയ സ്മൃതി ഇറാനിയെ 1,60,000-ലധികം വോട്ടുകൾക്കാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി കിഷോരി ലാൽ ശർമ്മ പരാജയപ്പെടുത്തിയത്. റായ്ബൽ ഏരിയയിൽ രാഹുൽ ഗാന്ധി ആകട്ടെ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമായ 3,90,000-ലധികം വോട്ടുകൾ നേടി വലിയ വിജയവും കൈവരിച്ചു. തെരഞ്ഞെടുപ്പ് കണക്കുകളിലേക്ക് കണ്ണോടിച്ചാൽ BJPയുടെ തകർച്ച വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. 2019 ഒറ്റയ്ക്ക് 62 സീറ്റുകൾ നേടിയിരുന്ന BJP 2024 വെറും 33 സീറ്റുകളിലേക്ക് നിലം പതിച്ചു.
അതേസമയം അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും അടങ്ങുന്ന ഇന്ത്യ മുന്നണി 43 സീറ്റുകൾ കൊയ്തെടുത്തു. അതിൽ 37 സീറ്റുകൾ നേടി സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുന്നത് നമ്മൾ കണ്ടതാണ്. കോൺഗ്രസ് 6 സീറ്റുകളിലും വിജയിക്കുന്നുണ്ട്. പിന്നാക്ക ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഒന്നിച്ചു നിർത്തി സമാജ്വാദി പാർട്ടി രൂപീകരിച്ച PDA പിച്ചഡെ ദളിത് അല്പസംഖ്യക് എന്ന സോഷ്യൽ മീഡിയ എഞ്ചിനീയറിംഗ് സമവാക്യം BJPയുടെ ജാതി വർഗീയ തന്ത്രങ്ങളെ പാടെ നിഷ്പ്രഭമാക്കി. യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ ഭരണപരാജയങ്ങളും വികസന പൊള്ളത്തരങ്ങളുമാണ് ഈ വൻ ഭരണവിരുദ്ധ തരംഗത്തിന് കളമൊരുക്കിയത്. യുവാക്കൾ അഭിമുഖീകരിക്കുന്ന രൂക്ഷമായ തൊഴിലില്ലായ്മ, തുടർച്ചയായി ഉണ്ടാകുന്ന ചോദ്യപേപ്പർ ചോർച്ചകൾ, കർഷകരുടെ ദുരിതങ്ങൾ, പെരുകുന്ന വിലക്കയറ്റം എന്നിവ ഉത്തർപ്രദേശിലെ സാധാരണക്കാരുടെ ജീവിതം തകർത്ത് കളഞ്ഞ സംഭവങ്ങൾ തന്നെയാണ്. വികസനത്തിന്റെ പരസ്യങ്ങൾ കൊണ്ട് ജനങ്ങളുടെ വയറു നിറയ്ക്കാനാകില്ല എന്ന് ഉത്തർപ്രദേശിലെ ജനങ്ങൾ BJPയെ പഠിപ്പിച്ചു. ഈ ജനവികാരം ഉത്തർപ്രദേശിന്റെ അതിർത്തികൾ കടന്ന് അയൽ സംസ്ഥാനമായ ബീഹാറിലേക്കും പടർന്നുകൊണ്ടിരിക്കുകയാണ്. വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കുന്ന രാഷ്ട്രീയത്തിന്റെ കാലം കഴിഞ്ഞുവെന്ന് തെളിയിക്കുന്നതാണ് നവീൻ നഗർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ അടുത്തിടെ BJP സഖ്യം നേരിട്ട പരാജയങ്ങൾ. അമിത്ഷായും നരേന്ദ്രമോദിയും ഇനി എത്ര തന്ത്രങ്ങൾ മെനഞ്ഞാലും, യോഗി ആദിത്യനാഥ് എത്ര നല്ല രീതിയിൽ ഭരിച്ചാലും ഉത്തർപ്രദേശിലെ ജനങ്ങളുടെ മനസ്സിൽ ഉയർന്ന BJP വിരുദ്ധ വികാരം അണഞ്ഞു പോകാൻ പോകുന്നില്ല. അത്രത്തോളം നിങ്ങൾ ഈ വർഷങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയിരിക്കുന്നു. അയോധ്യയിൽ നടത്തിയ സാമ്പത്തിക രാഷ്ട്രീയ കൊള്ളകൾ തിരിച്ചറിഞ്ഞ ജനങ്ങൾ ഇന്ന് ജനാധിപത്യത്തിന്റെ യഥാർത്ഥ മൂല്യങ്ങൾക്കൊപ്പം തന്നെയാണ് അണിനിരക്കുന്നത്. അയോധ്യയിൽ നിന്നുയർന്ന ആ മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് വരാനിരിക്കുന്ന പോരാട്ടങ്ങളിൽ ലക്നൌവിലും ദില്ലിയിലും ഒരുപോലെ വീശിയടിക്കുകയും BJPയുടെ ഭരണം അവസാനിപ്പിക്കുകയും ചെയ്യുമെന്ന യാഥാർത്ഥ്യമാണ് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. ഉത്തർപ്രദേശിൽ വരാനിരിക്കുന്ന പോരാട്ടങ്ങളിൽ BJPക്കും യോഗി മോദി കൂട്ടുകെട്ടിനും കാര്യങ്ങൾ ഒട്ടും എളുപ്പമാകില്ല എന്ന് രാഷ്ട്രീയ വിശകലന വിദഗ്ധരും പൊതുജനങ്ങളും ഒരുപോലെ അനുമാനിക്കുന്നതിന് പിന്നിൽ കൃത്യമായും ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ കൂടി വ്യക്തമാക്കാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അതിനുശേഷമുള്ള രാഷ്ട്രീയ നീക്കങ്ങളും നൽകുന്ന വ്യക്തമായ സൂചനകളാണ് ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഒന്നാമത്തെ കാര്യം BJPയുടെ പരമ്പരാഗത തന്ത്രങ്ങൾ നിഷ്പ്രഭമാക്കിയ PDA കൂട്ടുകെട്ടാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കേട്ടോ. BJPയുടെ ഹിന്ദുത്വ ധ്രുവീകരണ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടി മുന്നോട്ട് വെച്ച PDA എന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് തന്ത്രം വൻ വിജയമായി മാറിയതാണ് പ്രധാനപ്പെട്ട കാരണം. ദളിത് പിന്നാക്ക വിഭാഗങ്ങൾ BJPയുടെ ജാതി രാഷ്ട്രീയത്തെ മറികടന്ന് ഇന്ത്യ മുന്നണിക്ക് പിന്നിൽ അണിനിരുന്നതോടെ BJPയുടെ ഉറച്ച വോട്ട് ബാങ്കുകളിലാണ് വിള്ളലുണ്ടായത്. രണ്ടാമത്തെ പ്രധാന വിഷയം അയോധ്യ നൽകിയ തിരിച്ചടിയും വികസനത്തിലെ ജനരോഷവും തന്നെയാണ്. അതായത് BJPയുടെ ഏറ്റവും വലിയ പ്രചാരണ ആയുധമായിരുന്നു അയോധ്യയിലെ രാമക്ഷേത്രം എന്ന കാര്യം നമുക്കറിയാം. അത് സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ BJP പരാജയപ്പെട്ടത് അവർക്ക് വലിയ പ്രഹരം തന്നെയായിരുന്നു. വികസനത്തിന്റെയും സൗന്ദര്യവൽക്കരണത്തിന്റെയും പേരിൽ സാധാരണക്കാരുടെയും അതുപോലെ തന്നെ കച്ചവടക്കാരുടെയും വീടുകളും കടകളും തകർത്തതും ബുൾഡോസർ വെച്ച് അവരുടെ ജീവിതം തന്നെ തകർത്തതും ജനങ്ങൾ മറന്നിട്ടില്ല. പ്രാദേശികവാസികളെ അവഗണിച്ചതും അവിടെ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയ സംഭവങ്ങളാണ്. ഭക്തിയെക്കാളും ആഡംബരങ്ങളെക്കാളും ഉപരി തങ്ങളുടെ ജീവിത മാർഗത്തിനും അടിസ്ഥാന ആവശ്യങ്ങൾക്കുമാണ് ജനങ്ങൾ ഇന്ന് പ്രാധാന്യം നൽകുന്നത് എന്ന് ഫൈസാബാദിലെ ജനവിധി തെളിയിച്ചു. മൂന്നാമത്തെ വിഷയം സാമ്പത്തിക സാമൂഹിക പ്രശ്നങ്ങളും ഭരണവിരുദ്ധ തരംഗവുമാണ്. യുവാക്കളെ ബാധിക്കുന്ന രൂക്ഷമായ തൊഴിലില്ലായ്മ, തുടർച്ചയായി ഉണ്ടാകുന്ന പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചകൾ, പെരുകുന്ന വിലക്കയറ്റം, കർഷകരുടെ ദുരിതങ്ങൾ എന്നിവ സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ പ്രയാസകരമാക്കിയിട്ടുണ്ട്. കേവലം മുദ്രാവാക്യങ്ങൾ കൊണ്ടോ വാഗ്ദാനങ്ങളോ കൊണ്ടോ ജനങ്ങളുടെ വയറു നിറയ്ക്കാനാകില്ല എന്ന വികാരം താഴെ തട്ടിൽ തന്നെ ശക്തമാണ്. നാലാമത്തത് മോദി പ്രഭാവത്തിലെ മങ്ങലും പ്രതിപക്ഷമുയർത്തിയ ഐക്യവുമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരത്തിന് ഇറങ്ങിയ വാരണാസിയിൽ പോലും അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 1.5 ലക്ഷത്തോളമായി കുറഞ്ഞത് BJPയെ അമ്പരപ്പിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അമേഠിയിലും റായ്ബറേലിയിലും കോൺഗ്രസിന് വമ്പിച്ച വിജയവും അഖിലേഷ് യാദവ് രാഹുൽ ഗാന്ധി സഖ്യത്തിന്റെ നീക്കങ്ങളും പ്രതിപക്ഷത്തിന് വലിയ ആത്മവിശ്വാസം തന്നെയാണ് പകർന്നു നൽകിയിരിക്കുന്നത്. അയോധ്യ നിയമസഭാ മണ്ഡലത്തിലടക്കം സമാജ്വാദി പാർട്ടി പവൻ പാണ്ഡയെ പോലെയുള്ള പ്രമുഖരെ മത്സര രംഗത്തിറക്കി മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ നടത്തുന്നതും BJPയെ പ്രതിരോധത്തിലാക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. അഞ്ചാമത്തത് ജനങ്ങളുടെ മാറിയ ചിന്താഗതിയാണ്. വെറും വർഗീയ വിഭജന രാഷ്ട്രീയത്തിനപ്പുറം മെച്ചപ്പെട്ട വിദ്യാഭ്യാസം, തൊഴിൽ സുരക്ഷിതത്വം, സാമ്പത്തിക ഭദ്രത എന്നിവ ആവശ്യപ്പെടുന്ന വോട്ടർമാരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പരിഹരിക്കാത്ത പക്ഷം വോട്ടർമാർ തങ്ങളെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തുമെന്ന യാഥാർത്ഥ്യമാണ് ഉത്തർപ്രദേശിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഉത്തർപ്രദേശിൽ ഇത്തവണ BJP വിയർക്കുക തന്നെ ചെയ്യും. മോദി വലിയ റോഡ് ഷോ നടത്തിയിട്ടും യോഗി ആദിത്യനാഥ് എന്തൊക്കെ കാണിച്ചു ഭരിച്ചിട്ടും ഒരു കാര്യവുമില്ല. നിങ്ങളുടെ തന്ത്രങ്ങളൊക്കെ തകർന്നു പോകുന്നു. ഇന്ത്യ സഖ്യം ഡബിൾ സ്ട്രോങ് ആയി അവിടെ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് സൂക്ഷിച്ചാൽ നന്നാകും. അപ്പോൾ എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ എഴുതുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.